പോലീസ് മർദ്ദനത്തിനെതിരായ വികാരമുയർത്താൻ കെപിസിസി നീക്കം. കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെ ഉണ്ടായിട്ടുള്ള സ്റ്റേഷൻ മർദ്ദനങ്ങളുടെ വിശദാംശങ്ങൾ ശേഖരിക്കും. ഇത്തരം സിസിടിവി ദൃശ്യങ്ങൾ സംഘടിപ്പിക്കാനും ശ്രമം നടത്തും. കെ.ആർ. സാജു ചേരുന്നുണ്ട് വിശദാംശങ്ങൾ നൽകാനായി. സാജു, ഈ കുന്നമംഗലത്തിന് പിന്നാലെ പീച്ചിയിലെ ദൃശ്യങ്ങൾ പുറത്തുവരുന്നു. ഏറ്റവും ഒടുവിലായി കോഴിക്കോട് നിന്ന് പോലീസുകാർക്കെതിരെ ആരോപണമുണ്ടായിരുന്നു. ഇത് എങ്ങനെ ഉപയോഗപ്പെടുത്താനാണ് കെപിസിസിയുടെ നീക്കം? ജിന, കുന്നമംഗലം ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല എന്ന് തന്നെയാണ് കെപിസിസി നേതൃത്വത്തിന്റെയും വിലയിരുത്തൽ. ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വിവരാവകാശ നിയമത്തിന്റെ സാധ്യതകളെ ഉപയോഗിക്കണം എന്ന ഒരു നിലപാടാണ് നേതൃത്വത്തിനുള്ളിൽ ഉയർന്നു വരുന്നത്. ഇതിന്റെ പശ്ചാത്തലത്തിൽ ചില നിയമവിദഗ്ധരുമായുള്ള ചർച്ചയും ആശയവിനിമയവും ഒക്കെ നേതൃത്വം നടത്തുന്നുണ്ട്. ഇതിനു പിന്നാലെയാണ് ഇപ്പോൾ ഇത്തരം സ്റ്റേഷൻ മർദ്ദനങ്ങൾ കൂടുതലായി ഉണ്ടായിട്ടുണ്ടോ, അങ്ങനെ പരാതികൾ നേരത്തെ നൽകിയ കോൺഗ്രസ് പ്രവർത്തകരുണ്ടോ തുടങ്ങിയ വിശദാംശങ്ങൾ ശേഖരിക്കാനുള്ള കെപിസിസി നീക്കം ആരംഭിച്ചിരിക്കുന്നത്. അങ്ങനെ വിശദാംശങ്ങൾ ലഭിക്കുന്ന മുറയ്ക്ക് അവരെ കൊണ്ട് തന്നെ, പരാതിക്കാരെ കൊണ്ട് തന്നെ വിവരാവകാശ നിയമത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സിസിടിവി ദൃശ്യങ്ങൾക്കായുള്ള അപേക്ഷകൾ സമർപ്പിക്കാനും മറ്റുമാണ് നീക്കങ്ങൾ നടക്കുന്നത്. അങ്ങനെ ഇതിന്റെ പോലീസ് നടത്തുന്ന മർദ്ദനങ്ങളുടെ കാര്യങ്ങൾ പുറത്തു കൊണ്ടുവരികയും കൂടുതൽ ജനവികാരം ഇതിലൂടെ സർക്കാരിനെതിരെ ഉയർത്തിക്കൊണ്ടുവരാനും കഴിയും എന്നാണ് നേതൃത്വം വിലയിരുത്തുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇതിനായി ഇത്തരം അനുഭവങ്ങൾ നേരിട്ടവർ ഉണ്ടെങ്കിൽ അവർക്ക് ആവശ്യമായ നിയമസഹായങ്ങളും കെപിസിസി നേതൃത്വം നൽകും. ഇത് സംബന്ധിച്ച പ്രഖ്യാപനം ഉടൻ തന്നെ കെപിസിസി അധ്യക്ഷന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകും എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ജീന, അങ്ങനെയാണെങ്കിൽ മുഖ്യമന്ത്രി, ആഭ്യന്തരം കൈവശം വയ്ക്കുന്ന മുഖ്യമന്ത്രിക്കും സർക്കാരിനുമെതിരെ ഈ ഒരു വിഷയത്തിൽ പ്രതിഷേധം കടുപ്പിക്കാനുള്ള ഒരു സാധ്യത കൂടിയുണ്ടല്ലേ? പ്രതിഷേധങ്ങൾ തുടരാൻ തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. ഇപ്പൊ നാളെ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിലേക്ക് കുന്നംകുളത്തെ ഈ പോലീസ് ഉദ്യോഗസ്ഥരെ പിരിച്ചുവിടണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സമരം നടത്തുന്നുണ്ട്. അങ്ങനെ തലസ്ഥാനത്തേക്ക് കൂടി സമരത്തെ വ്യാപിപ്പിക്കുക എന്ന ഒരു തലത്തിലേക്കാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. ഒപ്പം തന്നെ വ്യാപകമായ രീതിയിലുള്ള പ്രതിഷേധം ഈ വിഷയത്തിൽ ഉയർത്തിക്കൊണ്ടുവന്ന് ജനവികാരത്തെ ഉപയോഗപ്പെടുത്താൻ കഴിയും എന്നാണ് നേതൃത്വം വിലയിരുത്തുന്നത്. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് സിസിടിവി ദൃശ്യങ്ങൾ കൂടുതലായി ശേഖരിക്കാനുമൊക്കെയുള്ള ശ്രമങ്ങളും അതിനാവശ്യമായ നിയമസഹായങ്ങൾ നേതൃത്വം തന്നെ നൽകാം എന്ന നിലയിലേക്കുള്ള തീരുമാനങ്ങളിലേക്കുമൊക്കെ ഇപ്പോൾ കടക്കുന്നത്. ജീന, ശരി. കെ.ആർ. സാജു ആണ് വിശദാംശങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്.